ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം വീഡിയോ 4 നമ്മൾ ഫുള്ള് സ്റ്റെപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പാർട്ട് 1 ഒരു ടൈപ്പ് സ്റ്റെപ്പായിരുന്നു, പാർട്ട് 2 മറ്റൊരു ടൈപ്പ് സ്റ്റെപ്പായിരുന്നു, പാർട്ട് 3 ആണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇത് വേറൊരു ടൈപ്പ് സ്റ്റെപ്പാണ്, അതായത് സ്റ്റെപ്സ് ഹാവിങ് 3 ways. ഇത് നമ്മൾ അതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു സ്റ്റെപ്പായിരുന്നു. ഇത് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Prepare the estimate shown the plan and section for steps having 3 ways. All the exposed surface of steps shall be plastered with CM 1:4. Steps AE of brick masonry in CM 1:6. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്പിൻ്റെ പ്ലാൻ നോക്കാം. പ്ലാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൻ്റെ ഇൻക്ലൂഡിങ് എർത്ത് വർക്ക് അതിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ് 2.30 ആണ്. അതേപോലെ തന്നെ എക്സ്ക്ലൂഡിങ് അതിൻ്റെ എർത്ത് വർക്ക് എന്ന് പറയുമ്പോൾ അത് 2 meters വരും. ദെൻ എന്താണ് എർത്ത് വർക്കിൻ്റെ, അതായത് ഈ ചെറിയ ഡിസ്റ്റൻസിൻ്റെ വിഡ്ത്താണ് 15 centimeters. ദെൻ എന്താണ് ഓരോ സ്റ്റെപ്സിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് 30 centimeters ആണ്. ദെൻ എന്താണ് അതിൻ്റെ ബ്രെഡ്ത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇത്ര നേരം വിഡ്ത്ത് മീൻസ് ലെങ്ത് ആണ് പറഞ്ഞത്. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പം ഓവറോൾ ബ്രെഡ്ത്ത്, അതായത് ഇൻക്ലൂഡിങ് എർത്ത് വർക്ക് 1 meters ആണ്, എക്സ്ക്ലൂഡിങ് എർത്ത് വർക്ക് 0.9 centimeters ആണ്. ഓക്കെ, 1 centimeter അല്ല 1 meter ആണ്. അവിടെ ഡയമെൻഷൻ ഇട്ടത് മാറിപ്പോയതായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്, അതിൻ്റെ സെക്ഷനിലോട്ട്, ഒരു ക്രോസ് സെക്ഷൻ്റെ പോർഷനിലോട്ട് കിടക്കുകയാണ്. ഇതിൽ ക്രോസ് സെക്ഷനിൽ എന്താ കാണിച്ചേക്കുന്നത്, ആ സ്റ്റെപ്പിനെ നമ്മൾ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അതിൻ്റെ ത്രെഡിൻ്റെ റൈസിൻ്റെ ഒക്കെ ഡയമെൻഷൻസാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ വേറൊരു ക്രോസ് സെക്ഷൻ്റെ പോർഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ആ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഉള്ള, അങ്ങനെ നമ്മൾ ആ ഡയറക്ഷനിൽ നമ്മൾ അതിൻ്റെ സെക്ഷൻ എടുത്ത ഡയമെൻഷൻസാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് വളരെ അത്യാവശ്യമാണ് ഈ പോർഷൻ്റെ ഡയമെൻഷൻസ്. അതുകൊണ്ട് ഈ പോർഷൻ്റെ ഡയമെൻഷൻസ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ദെൻ എന്താണ് അവർ തന്ന സ്പെസിഫിക്കേഷൻസ് ശ്രദ്ധിക്കുക. ദ ഹൈറ്റ് ഓഫ് ബേസ്മെൻറ്റ് 60 centimeters. പിന്നെ 3 സ്റ്റെപ്സ് ഉണ്ട്, അത് 15 centimeters ആണ് അതിൻ്റെ റൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം റൈസ് എന്ന് പറയുന്നത് അതിൻ്റെ വേർട്ടിക്കൽ ഡയറക്ഷനിലുള്ള അതിൻ്റെ ഹൈറ്റും സ്റ്റെപ്സിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ലെങ്ത്തുമാണ് ത്രെഡ് എന്നുള്ളത് നമുക്കറിയാം. ഈ ലാസ്റ്റ് 15 centimeter റൈസ് കോയിൻസൈഡ് വിത്ത് പ്ലിന്ത് ഓഫ് ബിൽഡിംഗ്. ഈ റൈസിൻ്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് കോയിൻസൈഡ് ചെയ്യുന്നത് പ്ലിന്തുമായിട്ടാണ്. ഓക്കെ, ദെൻ പിന്നെന്താണ് 3 സ്റ്റെപ്പിൻ്റെയും കൂടെ ഡയമെൻഷൻസ് 90 centimeters ആണ്. ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്. ഇനി തേർഡ് സ്പെസിഫിക്കേഷൻ ശ്രദ്ധിക്കുക. പാരലൽ ടു ദ ബിൽഡിംഗ് ബോത്ത് സൈഡ്സ് കോൺക്രീറ്റ് പ്രൊജക്ഷൻ ടു സ്റ്റെപ്പ് എക്സിറ്റ്സ് ടോപ്പ് സ്റ്റെപ്പ് 15 centimeter ബിലോ ദ ലെവൽ ഓഫ് പ്ലിന്ത്. അതാണ് നമ്മളിവിടെ കാണിച്ച് ഈ 15 centimeters എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആൻസർ ചെയ്യുന്നതിലേക്ക് കിടക്കുകയാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മുന്നേ സ്റ്റെപ്പ് ചെയ്ത അത് നിങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇതാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ നമ്പർ 1 ശ്രദ്ധിക്കുക. ഇതിനകത്ത് എർത്ത് വർക്ക് എക്സ്കവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്തത് വെച്ച് നമുക്കറിയാം എർത്ത് വർക്ക് എക്സ്കവേഷൻ ആൻഡ് ഡെപ്പോസിറ്റിംഗ് ഓൺ ബാങ്ക് വിത്ത് ഇനീഷ്യൽ ലീഡ് ആൻഡ് ലിഫ്റ്റ് ഇൻ ഓർഡിനറി സോയിൽസ് ഫോർ ഫൗണ്ടേഷൻ. അപ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് എന്താണ് നമുക്കറിയാം, എർത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ 2.3 ആണ്. ക്ലിയർ അല്ലേ? ആ 2.3 അവിടെ എഴുതിയിട്ടുണ്ട്, അതായത് ഇൻക്ലൂഡിങ് അതിൻ്റെ 15 centimeter കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ എന്താണ് ഇവിടെ ഇൻക്ലൂഡിങ് ആ 15 centimeter കൂടെ ആഡ് ചെയ്തതാണ് ഇവിടുത്തെ 1 meters. ക്ലിയർ അല്ലേ? ഇനി ഇതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ എർത്ത് വർക്ക് എക്സ്കവേഷനിൽ 2.30 1 meters. ഇനി 15 centimeters എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ വിഡ്ത്ത്, അതായത് ഇവിടെ കൊടുത്തേക്കുന്ന ഈ ചെറിയ വിഡ്ത്തില്ലേ, അതാണ് ഈ 15 centimeters കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 15 centimeters ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2.30 1 × 0.15, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും നമുക്ക്. ദെൻ അടുത്തത് എന്താണ്, സിമെൻറ്റ് കോൺക്രീറ്റ് 1:4:8 വിത്ത് 40 mm സൈസ് HB മെറ്റൽ ഫോർ ഫൗണ്ടേഷൻസ്. അപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ചെയ്യുക, ഈ എർത്ത് വർക്ക് ചെയ്ത ഇതേ പോർഷനിൽ തന്നെയാണ് നമുക്ക് സിമെൻറ്റ് കോൺക്രീറ്റിങ്ങും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ സെയിം ഡയമെൻഷൻസ് തന്നെ മതി. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്വാണ്ടിറ്റിയും കാണാം. ദെൻ തേർഡ് പോർഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് ബ്രിക്ക് മേസൺറി ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞു ഇവിടെ 3 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ
ഇതിൻ്റെ 3 സ്റ്റെപ്പുകളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം നോക്കാം നമുക്ക്. ഓക്കെ, ഓരോ സ്റ്റെപ്പുകൾ എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഡയമെൻഷൻസ് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഫിഗറിലോട്ട് വരാം. ഫിഗറിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, എക്സ്ക്ലൂഡിങ് എന്താണ്, എർത്ത് വർക്ക്. കാരണം എർത്ത് വർക്കിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി അതിന് ശ്രദ്ധിക്കേണ്ട, സ്റ്റെപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളെ ലെങ്ത്ത് എന്ത് വരും, 2 മീറ്റേഴ്സ് എന്ന് വരും, വിഡ്ത്ത് 0.9 മീറ്റേഴ്സ് വരും. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എന്താണ്, നമുക്ക് എന്താ വരിക, 30 സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് എന്ത് വരിക, ഇവിടെ ഇതിൻ്റെ ഡയമെൻഷൻസിൽ വരിക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ 30 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എന്താണ്, മീൻസ് അതിൻ്റെ ത്രെഡാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, അത് നമുക്ക് സെക്ഷൻ എടുത്താൽ മനസ്സിലാവും. ത്രെഡ് T ആണ് 30 സെൻറ്റിമീറ്റേഴ്സ്. നമുക്ക് റൈസാണ് ആവശ്യം അല്ലേ, ലെങ്ത്ത് വിഡ്ത്ത് ഡെപ്ത് അല്ലേ, അപ്പോൾ ഹൈറ്റ് അല്ലേ നമുക്ക് ആവശ്യം. അപ്പോൾ 15 സെൻറ്റിമീറ്റേഴ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിവിടെ 15 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കൊടുത്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ശ്രദ്ധിക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ ശ്രദ്ധിക്കുമ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ്. ക്ലിയർ അല്ലേ? ഈ സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇത്രയും പോർഷൻ മേസൺറി വർക്ക് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ മേസൺറി വർക്കാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതായത് സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ്റെ മേസൺറി വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താണ്, ഈ ഫുൾ 2 മീറ്റേഴ്സ് എടുക്കണ്ട, ഈ ഭാഗത്തുള്ള ഈ പോർഷനിലെ 30 സെൻറ്റിമീറ്റേഴ്സും ഈ പോർഷനിലുള്ള 30 സെൻറ്റിമീറ്റേഴ്സും ഈ 2 മീറ്റേഴ്സ് നിന്ന് മൈനസ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2 മൈനസ് ഒരു സൈഡിലെ 30. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഈ ഫുൾ 2 നിന്ന് മൈനസ് ഈ 30 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ലെങ്ത്തും വിഡ്ത്തും കിട്ടില്ലേ, കിട്ടും. മീൻസ് അതായത് ഈ ലെങ്ത്ത് കിട്ടും. ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഈ 30യും മൈനസ് ചെയ്താൽ ഈ ലെങ്ത്ത് കിട്ടില്ലേ, അതായത് 2 മൈനസ് 0.3 അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരിക, 1.40. അതായത് 2 മൈനസ് 0.3 ചെയ്ത് കഴിഞ്ഞാൽ 1.40 കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് സ്റ്റെപ്പ് എടുക്കുക. ഇതാണ് നമ്മളെ തേർഡ് സ്റ്റെപ്പ്. ഈ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഈ പോർഷനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഫുൾ 2 മീറ്ററിന് ഈ 30 സെൻറ്റിമീറ്റേഴ്സ് ഈ 30 സെൻറ്റിമീറ്റേഴ്സും ഈ 30 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ലെങ്ത്ത് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും 30 സെൻറ്റിമീറ്റേഴ്സ് എന്ത് ചെയ്യണം, അതിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.4ൽ നിന്ന് ഒന്നെങ്കിൽ 2ൽ നിന്ന് 0.3 മൈനസ് 0.3 ചെയ്യുക, അല്ലെങ്കിൽ 1.4ൽ നിന്ന് 0.3 മൈനസ് 0.3 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക, 0.80 എന്ന് വരും. ഇനി ഇപ്പം നമുക്ക് ലെങ്ത്തുകളെ കാര്യം ഓക്കെ ആയി. ഇനി നമ്മൾ അടുത്തത് എന്താണ്, നമുക്ക് അതിൻ്റെ ബ്രെഡ്ത്ത് നോക്കണം. ക്ലിയർ അല്ലേ? ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ ഈ പോർഷനാണ് വരിക. അതായത് ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത്, അതായത് 0.990. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്താണ്, അതിൽ നിന്നും നമുക്ക് ഈ 30 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് ഈ ബ്രെഡ്ത്ത് കിട്ടുക. മീൻസ് ഈ ബ്രെഡ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ്ത്തിൽ നിന്നും ഈ 30 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്താലല്ലേ നമുക്കിത് കിട്ടുക. അങ്ങനെ 0.90 എന്ന് കിട്ടും. ഈ 0.90ൽ നിന്ന് 30 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്താൽ 0.60 കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ തേർഡ് സ്റ്റെപ്പിൻ്റെ ഡയമെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 0.9ൽ നിന്നും ഈ 30യും മൈനസ് ചെയ്യണ്ടേ. ഇതൊക്കെ കോമൺ തിങ്സ് ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 0.30 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള 0.90, 0.60, 0.30. പിന്നെ നമുക്കറിയാം റൈസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡയമെൻഷൻസിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, ക്വാണ്ടിറ്റി കാണുക, നെറ്റ് ക്വാണ്ടിറ്റി എഴുതുക. ക്ലിയർ അല്ലേ? അടുത്തെന്താണ്, ഇതൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന വിഷയമാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോണത്. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത്തുകളിൽ വരുന്ന ചേഞ്ചസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ളത് ആദ്യം നോക്കുക. ഇപ്പോൾ ഞാൻ ആദ്യം ആ കൺസെപ്റ്റ് പറഞ്ഞുതരാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന പോർഷനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സ്റ്റെപ്പിൻ്റെ കാണുന്ന പോർഷൻ അല്ലേ. പ്ലാനിൽ നമ്മൾ കാണുന്നൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാണുന്ന ഈ പോർഷൻ ആദ്യം പ്ലാസ്റ്ററിങ് ചെയ്യും. ക്ലിയർ അല്ലേ? പിന്നെന്താ ചെയ്യുക, ആ സ്റ്റെപ്പിൻ്റെ ഒരു പൊങ്ങി നിൽക്കുന്ന പോർഷൻ ഉണ്ടാവും, അതായത് ഈ പോർഷൻ.
ഈ പോർഷന് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ, ഇതും നമ്മൾ കാണുന്ന ഭാഗം തന്നെയാണ്. ഈ സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡും ഈ മെൻഷൻ ചെയ്ത സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ കാണില്ലേ, അപ്പോൾ ആ ഭാഗം നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യണ്ടേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പ്ലാസ്റ്ററിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 2 മീറ്റേഴ്സിൽ നിന്നും ആ രണ്ട് സൈഡിൽ 0.90 സെൻറ്റിമീറ്റേഴ്സ്, അതായത് ഈ ഭാഗവും പ്ലാസ്റ്ററിങ് ചെയ്യണം, ഈ പോർഷനും പ്ലാസ്റ്ററിങ് ചെയ്യണം. അതേപോലെ തന്നെ ആ സ്റ്റെപ്പിൻ്റെ ഈ സെയിം സ്റ്റെപ്പിൻ്റെ ഈ പോർഷനും നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്ററിങ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യണമെങ്കിൽ ഈ 2 മീറ്റേഴ്സ് പ്ലാസ്റ്ററിങ് ചെയ്യണം, ഈ 0.9 മീറ്റേഴ്സ് പ്ലാസ്റ്ററിങ് ചെയ്യണം, ഈ 0.9 മീറ്റേഴ്സും പ്ലാസ്റ്ററിങ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത്തിൻ്റെ പോർഷനിൽ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ആ 3 ഡയമെൻഷൻസും 2ൻ്റെ കൂടെ രണ്ട് സൈഡിലുള്ള 0.90 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക, 3.80. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എന്തിൽ ചെയ്യേണ്ടത്, ഈ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ഈ ഫിഗറിൽ നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ആക്കി തരാം. ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കാണും, ആ സ്റ്റെപ്പ്. അതേപോലെ തന്നെ ഈ സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡും നമുക്ക് കാണും. അപ്പോൾ ഈ 1.40ൻ്റെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 0.90യിൽ നിന്ന് 30 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്തതാണ് അതിൻ്റെ വിഡ്ത്ത് പറയുന്നത്, അതായത് 0.60. അപ്പോൾ അത് രണ്ട് സൈഡിൽ നിന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ആ രണ്ട് സൈഡും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്റർ ചെയ്യണം. അപ്പോൾ 1.40 + 2 × 0.30, 2 ഇൻറ്റു വരാൻ കാര്യം എന്താണ്, രണ്ട് സൈഡിൽ നിന്നുള്ള 0.60 ഇതിലെന്ത് ചെയ്യണം, പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ 2.80. അതുപോലെ തന്നെയാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പും 0.80 + രണ്ട് സൈഡും കൂടെ പ്ലാസ്റ്റർ ചെയ്യാനുള്ളതുകൊണ്ട് ആ തേർഡ് സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡും പ്ലാസ്റ്റർ ചെയ്യാനുള്ളതുകൊണ്ട് 2 × 0.30. അപ്പോൾ എന്താ കിട്ടുക, 1.40. ദെൻ എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പ്ലിന്ത് റേസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തേർഡ് സ്റ്റെപ്പിനോട് ആഡ് ചെയ്താണ് കിടക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഈ സ്പെസിഫിക്കേഷനിൽ അത് എഴുതിയിട്ടുണ്ട്. ബേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇതിൽ കണ്ടോ, ഈ 0.80 നമ്മൾ പ്ലിന്ത് റേസിലും കൂടെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ പ്ലിന്ത് റേസ് 0.80 കൊടുത്തേക്കുന്നത്. ക്ലിയർ. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ നമുക്കറിയാം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ വിഡ്ത്തിന് പ്ലാസ്റ്ററിങ് ചെയ്യാറില്ല, കാരണം ആ പോർഷൻ നമുക്ക് കാണുന്നില്ല, നമുക്ക് ഹൈറ്റാണ് കാണുന്നത് സ്റ്റെപ്പിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഡെപ്ത്ത് കൊടുക്കുക, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഡയമെൻഷൻസ് സ്ക്വയർ മീറ്റേഴ്സിലായിരിക്കും, അത് ആഡ് ചെയ്താൽ നമുക്ക് നെറ്റ് ക്വാണ്ടിറ്റി കിട്ടും. ദെൻ എന്താണ്, ഇത് പ്ലാസ്റ്ററിങ് ഇൻ റൈസേഴ്സിലാണ്. ഇനി നമ്മൾ ത്രെഡ് എടുക്കുക. ത്രെഡ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ പോർഷനാണ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ പോർഷൻസാണ് ഇനി അടുത്തത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഹൊറിസോണ്ടൽ പോർഷൻ എടുക്കുമ്പോൾ 2 മീറ്റേഴ്സ് എടുക്കുക. ദെൻ എന്താണ്, അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ആയതുകൊണ്ടാണ് 0.60 വരുന്നത് കേട്ടോ. കാരണം എന്താണ്, ത്രെഡിൻ്റെത് നമ്മൾ പറഞ്ഞു, ഫിഗറിലൊന്നുകൂടെ കാണിച്ചു തരാം. ത്രെഡിൻ്റെത് നമ്മൾ പറഞ്ഞു, ഇവിടെ 30 സെൻറ്റിമീറ്റേഴ്സാണ് ത്രെഡിൻ്റെ കണ്ടോ, 30 ത്രെഡിൻ്റെത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ആഡ് ചെയ്യേണ്ടത് രണ്ട് സൈഡിൽ നിന്നുള്ള 0.60 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 + 2 × 0.60 വരും. സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.40 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 × 0.30 എന്ന് വരും. ക്ലിയർ. ദെൻ തേർഡ് സ്റ്റെപ്പ് 0.80 ആണ്. അത് ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാനില്ല, അതിൻ്റെ ബാക്കി രണ്ട് പോർഷനും ത്രെഡിൻ്റെ അത് നമ്മുടെ പ്ലിന്തിനോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് ത്രെഡിൻ്റെ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാനില്ല, പ്ലാസ്റ്ററിങ് ചെയ്യാനില്ല, കാരണം അത് നമ്മളെ പ്ലിന്ത് ലെവലിനോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാനില്ല, ആ പോർഷനിൽ അതിൻ്റെ രണ്ട് സൈഡ് എടുക്കാനില്ല. ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇനി എന്ത് ചെയ്യുക, ആ ഡയമെൻഷൻസ് ഒക്കെ ഇവിടെ ചെയ്യുക. 3.20, 2 മീറ്റേഴ്സ്, 0.80. ഇനി ത്രെഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മെഷർമെൻറ്റ്സ് ആയതുകൊണ്ട് അതിന് വിഡ്ത്താണ് ഉണ്ടാവുക, ഡെപ്ത്ത് ഉണ്ടാവില്ല. കാരണം അത് ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സുകളാണ് നമ്മൾ പറയണത്. റൈസ് എന്താണ്, വേർട്ടിക്കൽ മെഷർമെൻറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അവിടെ ലെങ്ത്തും ഡെപ്ത്തും വന്നത്. ദെൻ ത്രെഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ് ആയതുകൊണ്ട് അവിടെ ലെങ്ത്തും വിഡ്ത്തുമാണ് വരിക, ഡെപ്ത്ത് ഉണ്ടാവില്ല. ഡയമെൻഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ക്വാണ്ടിറ്റി കാണാം. ഇത് വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മൾ പെൻഡിങ് വെച്ചിരുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഓക്കെ.